വേണ്ടത് ചിക്കൻ ഒരു 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത്. അത് എല്ലോട് കൂട്ടിയിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ. ചിക്കന് എല്ലില്ലാത്ത ഇറച്ചിയാകുമ്പോൾ ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് എല്ല് കൂട്ടിയ ആണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. വേണ്ടത് ചിക്കൻ ഒരു 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത്. അത് എല്ലോട് കൂട്ടിയിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ. ചിക്കന് എല്ലില്ലാത്ത ഇറച്ചിയാകുമ്പോൾ ടേസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് എല്ല് കൂട്ടിയ ആണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടും. അത് കാശ്മീരി ചില്ലിയാണ്. ഇത് ഞാൻ സ്വന്തം ഇവിടെ പൊടിപ്പിച്ചെടുത്തതാണ്, പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല. അതുപോലെ തന്നെ പിന്നെ ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, അതും ഇവിടെ ഞാൻ നട്ടുണ്ടാക്കി ഉണക്കി പൊടിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 സ്പൂൺ അങ്ങനെ അതിട്ടിട്ട് നന്നായി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഒരു നാരങ്ങ നീര് ചേർക്കും. നല്ല നാരങ്ങയാണെങ്കിൽ ഒരു 1/2 നാരങ്ങ മുറി മതി. പക്ഷേ ഇത് അത്രയ്ക്ക് നീര് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്തിക്കുന്നു. പിന്നെ ആ കൂട്ടത്തിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടി ചേർക്കും. അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ വലിയ ജീരകപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ അതും ചേർക്കും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി ശരിയാക്കി എടുക്കും. നന്നായി മൂടി മാറ്റി വയ്ക്കും. ഒരു 20 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അടുപ്പിൽ തീ പിടിപ്പിച്ച് ഞാൻ അടുപ്പ് കത്തിച്ച് അതിൽ ഒരു പാത്രം വെച്ചിട്ട് ഒരു ചീൻചട്ടി വെച്ച് ചൂട് കട്ടിയുള്ള ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനൊക്കെ കറക്റ്റായി. ഇനി ഇത് വറുത്ത് കോരിയാൽ മതി കേട്ടോ. ഓരോ പീസായിട്ട് ഞാൻ ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങുകയാണ്. എണ്ണ ഒരു ഇച്ചിരി കൂടി ഒന്ന് ചൂടാകാനുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ഓരോന്നോരോന്ന് അതിലിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോ പീസായിട്ട് ഇടുകയാണ്. ഇപ്പോൾ കുറച്ച് തീ കുറച്ച് വെക്കാം. ഇത്ര നേരം നല്ല ഇതിലാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഫ്ലോ കുറച്ച് വെച്ചിട്ട് ഓരോ പീസായിട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇത് 2 തവണയായിട്ട് വറക്കേണ്ടി വരും. ഒരു തവണ തീരുകയില്ല. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെയൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ തീ കുറച്ചുകൂടി കുറച്ച് വെച്ചിട്ട് ഇച്ചിരിയുടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വശം വെന്ത പോലെ ആയിരുന്നു. ഇനി മറ്റേ വശം കൂടെ നന്നായി ഒന്ന് മുരിഞ്ഞ പോലെ ആയി വന്നിട്ട് വെന്ത് മുരിഞ്ഞ പോലെ ആയി വരുമ്പോൾ നമുക്ക് വാങ്ങാം. ഇതായിരിക്കുന്നു നന്നായിട്ടും അതിൻ്റെ പാകത്തിനായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞു പോയാൽ പറ്റില്ല, ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ പാകത്തിൽ തന്നെ വേണം നമ്മളിത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് വെക്കണം. എന്നിട്ട്
എന്നിട്ട് ബാക്കിയുള്ള ചിക്കനും കൂടി വറുത്തെടുക്കണം. അത് ഇതുപോലെ ഓരോ പീസായിട്ട് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരണം. നമ്മൾ പാകത്തിന് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വറുത്ത് കോരി വെച്ചതിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ പാകത്തിന് ഉറവ് വരുള്ളൂ. ഇത് കൂടുതൽ വറുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ലാതെ പോകും. ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കോരിയെടുത്ത് എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പിടിച്ച് കോരിയെടുത്ത് വയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ എണ്ണ ഒഴിവാക്കി കളയൊന്നും വേണ്ട. ഈ എണ്ണയ്ക്ക് നമുക്ക് ആവശ്യമുണ്ട്. ആ എണ്ണ മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഇടുകയാണ് കേട്ടോ. അത് ഒരു 2 ടീസ്പൂണ് അടുത്ത് ഇടാം. എന്നിട്ട് അത് മെൽറ്റാണോ കഴിയുമ്പോൾ അതിലേക്ക് ഇന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി ആദ്യം ഇട്ടു. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരി വെച്ചിട്ടു. പിന്നെ 2 പച്ചമുളക് അരി വെച്ചിട്ടു. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ പച്ചമണം ഒന്നൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും 2 സവോള അരി വെച്ചത് അതിലേക്ക് ഇട്ടു. അത് നീളത്തിൽ കനം കുറച്ച് അരി വരും. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പിട്ടാലേ ശരിക്കും സവോള വേഗം വഴന്നു വരികയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. ഇതൊന്നൊരിത്തിരിയായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് മറ്റു ചേരുവകൾ ചേർക്കാം കേട്ടോ. ഇത് നമുക്കൊരു ഇത്തിരി സമയം അടച്ചൊന്ന് വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഇത്തിരി സമയം തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി എന്താ ചേർക്കാൻ ഉണ്ടെന്നറിയോ? മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ,
പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഒരു കുറച്ച് ഗരം മസാലയുടെ പൊടി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലേശം ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇടുക. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ 2 തക്കാളി അരിഞ്ഞത്, ചെറിയ 2 തക്കാളി ചേർക്കണം. ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട്. അപ്പോൾ ഇത് കറക്റ്റായി. ഇത് 2 മിനിറ്റ് കഴിഞ്ഞു. ഇത് തുറന്നു. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ കടായി ചിക്കൻ കറക്റ്റായി. നല്ല മണം വരുന്നുണ്ട്, നല്ല കളറും നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും കൊടുത്തി കഴിക്കാനാണ് ഈ കടായി ചിക്കൻ ഏറ്റവും നല്ലത്. ബ്രെഡിൻ്റെ കൂട്ടത്തിലും കഴിക്കാം. ഞാനിവിടെ കപ്പയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മരച്ചീനി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കപ്പയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കപ്പയുടെ കൂട്ടത്തിൽ കഴിക്കാനും നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.